ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രം കിട്ടുന്നു. അതിൽ മൃഷ്ടാനം ഭോജിക്കുന്നു. അതിനുശേഷം ഈ പാത്രത്തിൽ നമുക്ക് മുന്നേ ആരെല്ലാം കഴിച്ചു എന്നതിൻ്റെ ഒരു ഹിസ്റ്ററി തേടി നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ കരുതിക്കോണം, എന്തോ ഒരു വലിയ കഷ്ടകാലം നമുക്ക് വരാൻ പോകുന്നെന്ന്. അതായത് ഭാര്യമാരെ ചെറിയ തോതിൽ സംശയിക്കാം. സംശയം ഒരു രോഗമായി മാറിയാലോ അത് കുഴപ്പങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും, വലിയ കുഴപ്പങ്ങളിലേക്ക്. സ്വന്തം ഭാര്യയുടെ കാമുകനെ കണ്ടെത്തി വെടിവെച്ച് കൊല്ലാൻ പുറപ്പെടുന്ന കഥാനായകൻ ചെന്നുപെടുന്നത് ഒരു വിശ്വ സർക്കിളിലാണ്. ആ പത്മവ്യൂഹമാണ് ഐ ആം നോബഡി എന്ന സിനിമയുടെ പ്രമേയം. വരും വെളിച്ചമേ സ്നേഹമിറ്റു തരും താരകേ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു കൈത്തോക്കിൻ്റെ സമീപ ദൃശ്യം കാണിക്കുന്നുണ്ട്. കഥ തുടങ്ങുമ്പോൾ തന്നെ അടിയും തുടങ്ങും. അടിയെന്ന് വെച്ചാൽ അടി 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 അടി, സർവത്ര അടി, അടിയോടടി. ബാങ്കിനകത്തടി, ബാങ്കിന് പുറത്തടി, റോഡിലടി, കാറിലടി, ബസ്സിലടി, ബസ്സിൻ്റെ മുകളിലടി. രാവിലെ കൊല്ലത്ത് തുടങ്ങുന്ന അടി ഉച്ചയാവുമ്പോൾ തിരുവനന്തപുരം പാളയം സാവല്യം കോംപ്ലക്സിലെത്തുന്നു. ആ കെട്ടിടം മുഴുവനും അടിച്ച് തകർക്കും. കലി തീരാത്ത പൃഥ്വിരാജ് നേരെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻവശത്തെത്തും. അപ്പോഴേക്കും ഞാൻ ദൈവത്തെ വിളിച്ചു പോകും. കാരണം VGT ഹാളിൻ്റെ മുൻവശത്തായി മലയാളത്തിൻ്റെ മഹാശില്പി കാനായി കുഞ്ഞിരാമൻ ചെയ്ത ഒരു ഗംഭീരമായ ഒരു ശില്പമുണ്ട്, പട്ടം താണുപിള്ള സാറിൻ്റെ സ്റ്റാച്ചു. ആ പ്രതിമ പൃഥ്വിരാജ് അടിച്ച് തകർക്കുമോ എന്ന് ഭയപ്പെട്ടു പോയി. പക്ഷേ ജസ്റ്റ് മിസ്, എങ്ങനെയോ പൃഥ്വിരാജിൻ്റെ കയ്യിൽ നിന്നും പട്ടം താണുപിള്ള സാറ് രക്ഷപ്പെടും. കലിപ്പ് തീരാത്ത പൃഥ്വിരാജ് നേരെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോഴേക്കും ഉച്ചയാവും. പൃഥ്വിരാജിന് വിശക്കും, ഉണ്ണാനായി പോവും. സിനിമ ഇൻ്റർവെല്ലുമാവും. ഉച്ചയ്ക്ക് ശേഷം, അതായത് ഇൻ്റർവെല്ലിന് ശേഷം പിന്നെയാണ് കളി. അതായത് ഇൻ്റർവെല്ലിന് മുമ്പുള്ള വികലതയ്ക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് സംവിധായകൻ ഒരു ഹൂക്കുണ്ടാക്കി എൻ്റയർ ഓഡിയൻസിനെയും കഥയുടെ ഏകാഗ്രതയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. കഥ ചെന്നൊരു ഘട്ടത്തിലെത്തുമ്പോൾ കഥയിലെ നായിക പാർവതി കഥാനായകനായ പൃഥ്വിരാജിൻ്റെ കപോലത്തിൽ ആഞ്ഞടിക്കും. എന്നിട്ടൊരു താക്കീത്: നമ്മൾ തമ്മിലുള്ള വൈരാഗ്യം തീർക്കാൻ കുട്ടികളെ കരുക്കളാക്കുന്നു. മിസ്റ്റർ രാജീവ, മേലാൽ ഇത് ആവർത്തിച്ചു പോകലും. ഇനി ഇത് ആവർത്തിച്ചാൽ എൻ്റെ തനി സ്വരൂപം താൻ കാണും. അതായത് സ്വന്തം വ്യക്തിത്വത്തിൽ ഫ്രാക്ഷൻ ഓഫ് എ മില്ലിമീറ്റർ വിട്ടുകൊടുക്കാത്ത ദമ്പതിമാർ, ഭാര്യയും ഭർത്താവും, അവർ ഒരേ കൂരയ്ക്ക് കീഴിൽ തമ്മിൽ പോരടിച്ച് മുന്നേറുന്നു. ഈ കോൺഫ്ലിക്റ്റിനിടയിലും അവർ പരസ്പരം അവരുടെ കുടുംബത്തോടും അവരുടെ കുട്ടികളോടും കാണിക്കുന്ന ഒരു കൺസേൺ ഉണ്ട്. ആ കരുതലാണ് ഈ സിനിമയുടെ നന്മ. ആ നന്മയാണ് ഈ സിനിമയുടെ വിജയം. ഐ നോബഡി ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു. തിയേറ്ററിലൊക്കെ എന്തൊരു ജനമാണെന്നോ. കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം കൂടളയുവരെയാണ്. അപ്പൂപ്പനും അമ്മുമ്മയും കുട്ടിയും കുറുമാലും പൂച്ചക്കുട്ടി സഹിതമാണ് തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ചിത്രത്തിൽ നടൻ അശോകനുണ്ട്. ക്യാരക്ടർ റോളാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായി അഭിനയിക്കുന്ന ഒരു ലേഡി ക്യാരക്ടറുണ്ട്. ആ ആക്ട്രസിൻ്റെ പേരെനിക്കറിയില്ല. അവർ ഈ ചിത്രത്തിലെ നായകനായ പൃഥ്വിരാജിനോടൊരു കാര്യം പറയുന്നുണ്ട്: രാജീവ് സാർ, ഇന്നലെ രാത്രി മുഴുവനും നിങ്ങളുടെ മകൾ എന്നോടൊപ്പമായിരുന്നു. ആ കുട്ടി ഒരിക്കൽ പോലും അതിൻ്റെ അച്ഛനും അമ്മയും പറ്റി തിരക്കിയിട്ടില്ല. ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി പെരുമാറേണ്ടത് ഇങ്ങനെയല്ല. ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. ശരിയാണ്, നമ്മുടെ മലയാള സമൂഹത്തിലും മലയാള കുടുംബജീവിതത്തിലും ഈ അടുത്ത കാലത്തായി സംഭവിച്ച മൂല്യശോഷണത്തിൻ്റെ പരിച്ഛേദമാണ് ഈ വർത്തമാനം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ഗുഡ്നെസ് ഓഫ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ്. ഐ എക്സ്പ്രസ് മൈ ഫെലിസിറ്റേഷൻ മിസ്റ്റർ സമീർ അബ്ദുള്ള, ദ റൈറ്റർ ഓഫ് ദ ഫിലിം ഐ നോബഡി. ഈ സിനിമയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഫീമെയിൽ സോങ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ കൈൻഡ് ഓഫ് എ കോമൺ ഫിലിം സോങ്, ഇറ്റ്സ് എ പ്യുവർ കൈൻഡ് ഓഫ് വേഴ്സിഫിക്കേഷൻ. ആ കവിതയ്ക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ രാഗനിമിത്തമായ സംഗീതവും ഉജ്ജ്വലമായ ആലാപനം സിത്താരയോ മറ്റോ ആണ് പാടിയിരിക്കുന്നത്. ഈ അടുത്ത കാലത്തൊന്നും ഇത്ര മനോഹരമായ ഒരു സിനിമാ ഗാനം മലയാളത്തിൽ കേട്ടിട്ടില്ല. ഈ സിനിമ എന്തുകൊണ്ടും ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസാണ്.
ചെറിയ ന്യൂനതകൾ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതായത് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് 7.5 തങ്കം കടലും 2.5 തങ്കം മണ്ണുമായിട്ടാണ്. അതുപോലെയാണ് ഈ സിനിമയുടെ കഥയും. അതായത് ഏകദേശം 2.5-3 മണിക്കൂർ വരുന്ന ഈ സിനിമയുടെ 3/4 പങ്കും അടിയാണ്. ഒരു 1/4 പങ്ക് മാത്രമേ കഥയുള്ളൂ. അതൊരു കുറവൊന്നുമല്ല. ഒരുപക്ഷെ അതൊരു ഈ സംവിധായകൻ്റെ ഒരു രീതിയായിരിക്കാം. പോട്ടെ. പിന്നെ വേറൊരു കാര്യം, പോലീസുകാരെ സിനിമകളിൽ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അവരുടെ കാൽപാദം, അതായത് ഷൂസ് മുതൽ തൊപ്പി വരെ, ക്യാപ്പ് വരെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അതായത് മുടി പറ്റ വെട്ടിച്ച് അവർക്ക് തൊപ്പി ധരിക്കാവൂ. ഉദാഹരണമായി ജോഷി സിനിമകളുടെ പോലീസുകാരെ കണ്ടിട്ടില്ലേ? കാണുമ്പം തന്നെ നമ്മൾ വിളിച്ചു പറയും, ഇയാൾ SI ആണ്, സർക്കിളാണ്, IG ആണ്, DIG ആണ്. വേറൊരു കാര്യം എടുത്തു പറയട്ടെ, സംവിധായകനും റൈറ്ററുമായ ശങ്കർ രാമകൃഷ്ണൻ ഇതിലൊരു പോലീസ് ഓഫീസറായിട്ടുള്ള വേഷം ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്ത് പോലീസാണ്? അദ്ദേഹത്തിൻ്റെ ഡിസൈനേഷൻ എന്താണ്, പൊസിഷൻ എന്താണ്? അതായത് ഈ സിനിമ തുടങ്ങുന്ന മുതൽ അവസാനം വരെയും അദ്ദേഹം സിവിൽ ഡ്രസ്സിലാണ്. ഒരു പോലീസുകാർ 365 ദിവസവും 24 മണിക്കൂറും സിവിൽ ഡ്രസ്സിലായിരിക്കുമോ? ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം, അദ്ദേഹത്തിൻ്റെ യൂണിഫോം ധരിക്കുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്താണ്? അദ്ദേഹം എന്താണ്? എന്തായാലും DGP അല്ല, DGP ആയിട്ട് മറ്റാരോ വരുന്നുണ്ട്. ഈ ചിത്രം വലിയ വിജയങ്ങളിലേക്ക് മുന്നേറുകയാണ്. ശതകോടികളുടെ ക്ലബിലേക്ക് കയറാനുള്ള പ്രയാണത്തിലാണ്. ദിസ് ഫിലിം ഈസ് നോട്ട് only എ പർട്ടിക്കുലർ സ്റ്റോറി ഓഫ് എ നോബഡി, ആൾസോ എ വിക്ടറി ഓഫ് എ ഗുഡ് വെഡിങ്.